ചർച്ച ചെയ്യുന്നത് മടിയെക്കുറിച്ചാണ്. നമ്മൾ പറയാറുണ്ട്, അവൻ ജോലിക്കൊന്നും പോകലില്ല, ഭയങ്കര മടിയനാണ്. മേലിറങ്ങി ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ് അവന്. അവന് പഠിക്കാൻ ഭയങ്കര മടിയാണ്. അധ്യാപകരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര മടിയാണ്, ക്ലാസ് ഒന്നും ശ്രദ്ധിക്കില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മടി എന്ന് പറയുന്ന സംഭവമുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അഗാധമായ വിഷമങ്ങളുണ്ട് എങ്കിൽ ഒരുപക്ഷെ എല്ലാത്തിനോടും ഒരു മടി കാണും. അത് ചികിത്സയിലൂടെയൊക്കെ മാറേണ്ടതാണ്. അതല്ലെങ്കിൽ അവർ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൽ നിന്ന് മോചിതനാകുമ്പോൾ വീണ്ടും ആക്റ്റീവ് ആകുമായിരിക്കും. എന്നാൽ അല്ലാത്ത ഒരാൾക്കും മടിയില്ല. മടി എന്ന് പറയുന്നത് മനുഷ്യൻ പറഞ്ഞുണ്ടാക്കുന്നതാണ്. കാരണം ഒരാൾക്ക് താല്പര്യമുള്ള ഒരു മേഖലയിലാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അവനിക്കൊരിക്കലും മടിയുണ്ടാകില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവനിക്ക് താല്പര്യമുള്ള മേഖല അത് എന്തുമാകട്ടെ, നന്നായി ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര ദൂരം പോകാനും അദ്ദേഹത്തിന് മടി ഉണ്ടാകില്ല. ചെറിയ ക്ഷീണമുണ്ടാകാം എന്നല്ലാതെ മടി ഉണ്ടാകില്ല. നന്നായി കളിക്കുന്ന ഒരുത്തന് അവനിക്കൊരിക്കലും ആ മേഖലയിൽ മടിയുണ്ടാകില്ല. രാവിലെ വേണമെങ്കിൽ എഴുന്നേറ്റ് പോകും, ഏത് പാതിരാത്രി വേണമെങ്കിലും അവൻ പോകും. നന്നായി പഠിക്കാൻ താല്പര്യമുള്ളവൻ അവൻ ഏത് പാതിരാത്രിയിലും പഠിക്കും. ആരും പഠിക്കാൻ പറയേണ്ടതില്ല. അതേപോലെ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ഒരു രാഷ്ട്രീയക്കാരനോട് രാവിലെ എഴുന്നേറ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകാൻ ആരും അവരോട് പറയേണ്ടതില്ല. കാരണം അവർക്കതറിയാം. അപ്പം ഞാൻ പറയുന്നത്, മടി എന്ന് പറയുന്നത് മനുഷ്യൻ പറഞ്ഞുണ്ടാക്കുന്നതാണ്. താല്പര്യമില്ലാത്ത മേഖലയിലേക്ക് തള്ളിവിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇപ്പൊ പഠനത്തിൽ തന്നെ താല്പര്യമില്ലാത്ത ഒരു കുട്ടിയെ, അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായതുകൊണ്ട് എല്ലാത്തിനും തൊട്ടതിനും വെച്ചതിനൊക്കെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളത് സത്യമാണ്. അതിനുവേണ്ടി അവരെ ആ രൂപത്തിലേക്ക്, മടിയില്ലാത്ത രൂപത്തിലേക്ക് എങ്ങനെ വളർത്താമെന്നും ഞാൻ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടിസ്ഥാനപരമായിട്ട് മടിയന്മാരില്ല. മോട്ടിവേഷൻ സ്പീക്കർമാരൊക്കെ ഒരുപാട് വർദ്ധിച്ചൊരു കാലഘട്ടമാണ്. അവരൊക്കെ എന്താണ് പറയാറുള്ളത്? ഒരു കമ്പനിയിൽ പോയി, ഗൾഫിലാണെങ്കിലും എവിടെയാണെങ്കിലും വലിയ വലിയ കമ്പനിയിൽ പോയിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ജോലിയെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യണം, നിങ്ങൾ ഓരോ ദിവസവും നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ ക്ലാസ്സിൽ പോയിട്ടും പറയാറുണ്ട്, കുട്ടികളെ നിങ്ങൾ പഠിച്ച് A+ നേടണം, നിങ്ങളുടെ മടിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഒന്ന് എഴുന്നേൽക്കൂ, നിങ്ങൾ ഊർജ്ജസ്വലരാകൂ, ഇങ്ങനെയൊക്കെ പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു ഊർജം കിട്ടുന്നത് കുറച്ച് സമയത്തേക്ക് കിട്ടും. ഒരു മോട്ടിവേഷൻ ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിൽ നിന്നും കിട്ടുന്ന ഊർജം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണ്. കാരണം എന്താണ്? താല്പര്യമില്ലാത്തവന് മാത്രമേ മോട്ടിവേഷൻ്റെ ആവശ്യമുള്ളൂ. താല്പര്യത്തോടെ ഒരു കാര്യം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവനിക്ക് മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. അവനോട് ആരും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ മോട്ടിവേഷൻ സ്പീക്കർമാരൊക്കെ വർദ്ധിച്ചത് മടിയന്മാരെ മാറ്റാണ്. മടിയന്മാരെ നിങ്ങൾ സൃഷ്ടിക്കുകയാണ്, സമൂഹം സൃഷ്ടിക്കുന്നതാണ് മടിയന്മാരെ. ഇപ്പൊ എന്നോട് ഒരാൾ, നീ പോയി ഒരു കൈക്കോട്ടെടുത്ത് നീ കിളക്കാൻ പറഞ്ഞാൽ എനിക്ക് മടിയാണ്. എന്തുകൊണ്ടാണ്? അതെൻ്റെ മേഖലയല്ല. എൻ്റെ മേഖല അല്ലാത്തത് കൊണ്ടാണ് എനിക്കതിൽ മടി വരുന്നത്. വീട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പണിയുണ്ടാകുമ്പോൾ എടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. സ്ഥിരമായിട്ട് ഒരാൾ കൂലിപ്പണി എടുക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ മേഖല ആയതുകൊണ്ടാണ്. അപ്പോൾ മറ്റൊരുത്തരെ നമ്മൾ അതിലേക്ക് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്നോട് ഒരാൾ പ്രസംഗിക്കാൻ പറഞ്ഞാൽ എത്ര മണിക്കൂറും ഞാൻ പ്രസംഗിക്കും, ഒരു മടിയുമില്ല. കാരണം എന്താ? അത് എൻ്റെ മേഖലയാണ്. അതേപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് നിങ്ങൾ പുഷ് ചെയ്യാൻ, അവരെ അതിലേക്ക് പ്രേരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്നാൽ മാത്രമേ അവർ വിജയിക്കൂ.
നിങ്ങൾ ലോകത്ത് സക്സസ് ആയി എന്ന് പറയുന്ന ആരെയും ചൂണ്ടിക്കാണിക്കാൻ ഭയങ്കര ഉഷാറാണ്. നിങ്ങൾ യൂസഫ് അലിയെ പോലെ ആകൂ, നിങ്ങൾ ഇന്ന ആളെ പോലെ ആകൂ, അല്ലേ, ബിൽഗേറ്റ്സിനെ പോലെ ആകൂ. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. അവനവർക്ക് താല്പര്യമുള്ള മേഖലയിൽ അവൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ അതിനേക്കാളും മുകളിൽ അവനൊക്കെ എത്താൻ പറ്റും. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റൊരാളെ പുഷ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് മടിയുള്ളത്. ഏറ്റവും കൂടുതൽ ഈ പ്രതിസന്ധി നേരിടുന്നത് പ്രവാസികളാണ്. ആദ്യമായി പ്രവാസ ലോകത്തേക്ക് പോകുന്ന ഏതൊരാളും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലികൾ അവരെ അടിച്ചേൽപ്പിക്കും. നിനക്ക് ഭയങ്കര മടിയാണ്, നീ ജോലി ചെയ്യുന്നില്ല എന്നൊക്കെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും, അല്ലെ. എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട്, ആദ്യമായി ഗൾഫിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ജോലി ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു ജോലി നിങ്ങൾ ചെയ്യരുത്. അത് അടിമത്തത്തിന് തുല്യമാണ്. കാരണം നിങ്ങളെ രോഗികളാക്കുകയാണത്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ജോലികൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു. ജോലി സമ്മർദ്ദം, അല്ലേ, നമ്മൾ പറയാറുണ്ട് ഭയങ്കര ജോലി സമ്മർദ്ദമാണ് എന്ന്. എന്തുകൊണ്ടാണ് ജോലി സമ്മർദ്ദം ഉണ്ടാകുന്നത്? അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. താല്പര്യമുള്ള ഒരുത്തൻ എത്ര മണിക്കൂറും ജോലി ചെയ്യും. താല്പര്യമില്ലാത്തവൻ ആ മേഖലയിൽ എടുക്കുമ്പോൾ അത് കമ്പനിക്കും കൂടെ നഷ്ടമാണ്. കാരണം കമ്പനിക്കാർക്കും അത് വലിയ നഷ്ടമുണ്ടാക്കുന്നു. കാരണം ഇവന് കൃത്യമായി പണിയെടുക്കില്ല, ഇവൻ കൃത്യമായി ചെയ്യാതിരിക്കുമ്പോൾ അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ അവനെ മടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രവാസികളായിട്ടുള്ളവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖല, അത് ദുബൈയിലാണെങ്കിലും ഇനി നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് മടിയുണ്ടാകില്ല. എന്നാൽ നിങ്ങൾ അത് രാവിലെ ആരും വിളിച്ചെഴുന്നേൽപ്പിക്കേണ്ടതില്ല. അത് നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യും. അത് നിങ്ങൾ ഹാപ്പിയായിട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അതേപോലെ ഏതെങ്കിലും ഒരു ജോലിയിൽ പെട്ട് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടാത്ത ജോബാണെങ്കിൽ, നിങ്ങൾക്കിഷ്ടമുള്ള ഒരു മേഖല നിങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ആ മേഖല കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന ജോലിയും ഇഷ്ടപ്പെടാൻ പറ്റും. എങ്ങനെയാണത്? ഒരാൾക്ക് നന്നായി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് കരുതുക. അവൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടായിരിക്കാം ഗൾഫിൽ പോയത്. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ അവനിക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ടാകും. എൻ്റെ ലക്ഷ്യത്തിന്, എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇതെന്തൊക്കെ ഗുണങ്ങളുണ്ടാകുമെന്ന് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ചാൽ നിങ്ങളെ ഉപബോധ മനസ്സത് വിശ്വസിക്കുകയും നിങ്ങൾ നല്ല എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പഠനത്തിലാണെങ്കിലും, പഠനം എന്ന് പറയുന്നത് നമുക്ക് സർട്ടിഫിക്കറ്റിനൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. പറയാമെന്നല്ലാതെ സമൂഹത്തിൻ്റെ സിസ്റ്റത്തെ നമുക്ക് മാറ്റിമറിക്കാനൊന്നും പറ്റില്ല. സ്കൂളിൽ പോകേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക? അവർക്ക് എന്താണോ താല്പര്യമുള്ളതെന്ന് നോക്കുക. അവർക്ക് നല്ല സ്പോർട്സിലാണ് താല്പര്യമുണ്ടെങ്കിൽ, നല്ല ഗായകനാകാൻ താല്പര്യമുണ്ടെങ്കിൽ, അവർക്ക് വാഹനത്തിനാണ് അവരുടെ താല്പര്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ആ താല്പര്യത്തിന് ഭാവിയിൽ വിദ്യാഭ്യാസം എന്തൊക്കെ ഗുണങ്ങളുണ്ടാകുമെന്ന് അവരെ കൊണ്ട് തന്നെ എഴുതി വെക്കുക. അവരെ കൊണ്ട് തന്നെ എഴുതി വെക്കുമ്പോൾ കുട്ടികൾ നല്ല താല്പര്യത്തോടെ പഠിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കുട്ടിയെ പിന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി തന്നെ പഠിക്കാൻ തുടങ്ങും. അവനാരും വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ആ രൂപത്തിലേക്ക് അവരുടെ മനസ്സിനെ നമുക്ക് തിരിച്ചുവിടാൻ പറ്റും. അല്ലാത്ത മടിയന്മാരൊന്നുമില്ല. പറ്റുമെങ്കിൽ താല്പര്യമുള്ള ജോലി മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും അബദ്ധവശാൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഞാനൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ മോട്ടിവേഷൻ ചെയ്യുമ്പോഴും ഇടയ്ക്ക് മറ്റു പല ജോലികളും ചെയ്യാറുണ്ട്. ഇഷ്ടമല്ലെങ്കിലും അതിനെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിന്, എൻ്റെ സ്വപ്നങ്ങൾക്ക് എന്തൊക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ എഴുതി വെക്കാറുണ്ട്. ഞാനിപ്പോൾ ഡെലിവറി ബോയ് ആയിട്ട് ജോബ് ചെയ്യുമ്പോൾ, മീഷോൻ്റെ കൊറിയർ സാധനം കൊണ്ടുപോകുമ്പോൾ ഞാൻ എഴുതി വെക്കാറുണ്ട്, എൻ്റെ ഈ മോട്ടിവേഷന് അതിന് എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യും. ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. പുതിയ പുതിയ ആളുകളെ കാണാൻ പറ്റും. പുതിയൊരു ജോലിയെക്കുറിച്ചുള്ള അനുഭവം കിട്ടും. അതേപോലെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ അത് കണ്ടുവെക്കുമ്പോൾ നമുക്ക് ചെയ്യുന്ന ജോലിയിലും താല്പര്യത്തോടെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആരെയും മടിയന്മാരെന്ന് വിളിക്കരുത്. മടിയന്മാരില്ല.
അത് സമൂഹത്തിൻ്റെ സിസ്റ്റം കൊണ്ട്, സമൂഹം കൊണ്ടുവന്നതാണ് എല്ലാ സിസ്റ്റവും. വിദ്യാഭ്യാസം വന്നിട്ട് കുറേ വർഷമൊന്നും ആയിട്ടില്ല. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ അവർ നിർമ്മിച്ചതാണ് സ്കൂളൊക്കെ. അതിനു മുമ്പൊന്നും വിദ്യാഭ്യാസമില്ല. അത് വിദ്യാഭ്യാസം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമാണ്. പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. നമ്മൾ ഹിറ്റ്ലറിൻ്റെയും മൊസോളിൻ്റെയും ചരിത്രം പഠിച്ചതുകൊണ്ട് ഇതിനൊന്നും സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. ഈ കാലഘട്ടത്തിൽ എല്ലാത്തിനും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ ഇത് പല വീഡിയോകളിലും പറയുന്നതാണ്. അതേപോലെ നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ സമൂഹത്തിൻ്റെ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സ്കൂളിൽ പോകേണ്ടി വരും. സ്കൂളിൽ പോകുമ്പോഴും നിങ്ങളുടെ മക്കൾ ആരെങ്കിലും താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവരുടെ മേഖല ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ടാലൻ്റ് ടെസ്റ്റുകളിൽ നിങ്ങൾ പോകണം. എന്നിട്ട് അത് കണ്ടെത്തിയിട്ട് അവരുടെ മേഖലയെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അതിന് നിങ്ങൾ ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം വിദ്യാഭ്യാസവും പഠിപ്പിക്കുക. എന്നാൽ നിങ്ങളുടെ കുട്ടികൾ വലിയ നിലക്കെത്തുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ മക്കളോ നിങ്ങളാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയിൽ വലിയൊരു നിലക്കെത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ മോട്ടിവേഷൻ സ്പീക്കർമാരുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ പ്രചോദിപ്പിക്കാനും നിങ്ങളുടെ കഴിവുകൾ കാണിച്ചു തരാനും നിങ്ങളെ ജീവിതത്തിൽ പുരോഗതിയിലേക്ക് നയിക്കാനും വേണ്ടിയുള്ള ആളുകളെ ആവശ്യമില്ല. അല്ലാതെ പുഷ് ചെയ്യുന്ന ഒരാളെ ആവശ്യമില്ല. നിങ്ങൾ കിട്ടിയ ഏതെങ്കിലും ഇസ്മുകാരടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോത്സ്യത്തിൻ്റെ അടുത്തോ പോകേണ്ട ആവശ്യമില്ല. എൻ്റെ മക്കൾ പഠിക്കുന്നില്ല, എൻ്റെ മക്കൾ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവരവർക്ക് താല്പര്യമുള്ള മേഖലയിൽ അവരെ നിങ്ങൾ വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും നോക്കൂ. അവർ വിജയിച്ചിരിക്കും. ചിലപ്പോൾ അവരുടെ മേഖലയിൽ പെട്ടെന്ന് കിട്ടിയില്ല എങ്കിൽ, ഇത് പ്രവാസികളോട് എല്ലാവരോടും പറയുകയാണ്, പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി ഇത് എൻ്റെ ലക്ഷ്യവുമായി എൻ്റെ സ്വപ്നവുമായി എത്രമാത്രങ്ങൾ ഗുണങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ സ്വയം ഒരു വിലയിരുത്തുക. ഇങ്ങനെ വിലയിരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതുമായി കണക്ട് ചെയ്യുക. അത് എഴുതി വെക്കുക, എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത് എന്ന്. എന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോബ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിജയിക്കും. അല്ലാതെ താല്പര്യമില്ലാത്ത ജോബാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. നിങ്ങൾ രോഗികളാകും. നിങ്ങൾ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്കാകുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.